discussed about continuity of a complex function. നമ്മൾ കഴിഞ്ഞ ദിവസം ലിമിറ്റ് ഓഫ് എ കോംപ്ലക്സ് ഫംഗ്ഷൻ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി കണ്ടിന്യൂറ്റി ഓഫ് എ കോംപ്ലക്സ് ഫംഗ്ഷൻ ആണ് പഠിക്കാൻ പോകുന്നത്. എ കോംപ്ലക്സ് ഫംഗ്ഷൻ എഫ് ഈസ് സെഡ് ടു ബി കണ്ടിന്യൂസ് അറ്റ് എ പോയിന്റ് z0 ഓഫ് ഇറ്റ്സ് ഡൊമെയിൻ if corresponding to any epsilon greater than 0, however small, there exists a delta greater than 0 such that mod f of z minus f of z0 less than epsilon whenever mod z minus z0 less than delta. അപ്പോൾ നമ്മൾ ലിമിറ്റിൻ്റെ ഡെഫിനേഷൻ പോലെ തന്നെ ഇവിടെ എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് എഫ് ഓഫ് സെഡ് നോട്ടിൽ കണ്ടിന്യൂസ് ആണ്. എഫ് ഓഫ് സെഡിൻ്റെ ലിമിറ്റ് എഫ് ഓഫ് സെഡ് നോട്ട് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, സെഡ് നോട്ട് എന്ന് പറഞ്ഞ പോയിന്റിൽ കണ്ടിന്യൂസ് ആണ് എന്ന് പറയുകയാണെങ്കിൽ to any epsilon greater than 0, however small, there exists a delta greater than 0 such that mod z minus z naught less than delta ആണെങ്കിൽ mod f of z minus f of z naught less than epsilon ആവണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആണെന്ന് പറയും. ഇതിൻ്റെ ഡെഫിനേഷൻ ഇതാണത്. ഇനി ഇതിനെ നമുക്ക് വേറെ രീതിയിലും പറയാം, സാധാ ഫംഗ്ഷനൊക്കെ പറയുന്ന പോലെ തന്നെ. ഇൻ അതർ വേർഡ്സ്, എ കോംപ്ലക്സ് ഫംഗ്ഷൻ എഫ് ഈസ് സെഡ് ടു ബി കണ്ടിന്യൂസ് അറ്റ് എ പോയിന്റ് z0 of its domain if all three of the following conditions are satisfied. First condition ഇതാണ്, ലിമിറ്റ് z tends to z0 f of z എക്സിസ്റ്റ് ചെയ്യണം. സെക്കൻഡ് കണ്ടീഷൻ എഫ് ഓഫ് z0 എക്സിസ്റ്റ് ചെയ്യണം. തേർഡ് കണ്ടീഷൻ ഇത് രണ്ടും ഈക്വൽ ആണ്. ലിമിറ്റ് z tends to z0 എഫ് ഓഫ് സെഡും എഫ് ഓഫ് z0ഉം ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ഈ മൂന്ന് കണ്ടീഷൻസ് റെഡി ആണെങ്കിൽ നമുക്ക് പറയാം a complex function f is continuous at a point. continuous at a point എന്ന് പറയാം. ഫുള്ളായിട്ട് കണ്ടിന്യൂസ് ആണെങ്കിൽ അതിന് നമ്മൾ ഇത് ജസ്റ്റ് കണ്ടീഷൻ ഒന്ന് ചെറുതായിട്ട് മാറ്റിയാൽ മതി. അതെന്താണെന്ന് അടുത്തായിട്ട് നോക്കാം. അടുത്ത് ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ ഒരു റീജിയനിൽ കണ്ടിന്യൂസ് ആണെന്ന് പറയണേ. എ ഫംഗ്ഷൻ ഓഫ് എ കോംപ്ലക്സ് വേരിയബിൾ ഈസ് സെഡ് ടു ബി കണ്ടിന്യൂസ് ഇൻ എ റീജിയൻ ആർ if it is continuous at each point in R. അപ്പോൾ റീജിയൻ ആറിലെ എല്ലാ പോയിന്റിലും കണ്ടിന്യൂസ് ആണെങ്കിൽ നമ്മൾ പറയും കണ്ടിന്യൂസ് ഇൻ എ റീജിയൻ ആർ എന്ന് പറയും. അപ്പോൾ നമുക്ക് പോയിന്റിലെ കണ്ടിന്യൂറ്റി നോക്കാൻ നേരത്തെ നമ്മൾ കണ്ടായിരുന്നു. ഓരോ പോയിന്റിലും അങ്ങനെ ചെക്ക് ചെയ്യണം. അപ്പോൾ അത് മൊത്തം റീജിയനിലെ എല്ലാ പോയിന്റിലും ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നിട്ട് നമ്മൾ പറയും കണ്ടിന്യൂസ് ഇൻ റീജിയൻ ആർന്ന്. അപ്പോൾ ഇനി പോളിനോമിയലൊക്കെ നമുക്കറിയാം. സാധാ പോളിനോമിയൽ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ് അല്ലേ. പോളിനോമിയൽ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ്. അതുപോലെ റാഷണൽ ഫങ്ഷൻസ് ഡിനോമിനേറ്റർ 0 ആവുന്ന പോയിന്റ് ഒഴികെ ബാക്കിയുള്ളിടത്തൊക്കെ കണ്ടിന്യൂസ് ആയിരിക്കും. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇനി അടുത്ത് നമുക്ക് ഡിഫറൻഷ്യബിലിറ്റി നോക്കാം എന്താണ്. Next, differentiability of a complex function. Let f be a complex function whose domain of definition contains a neighborhood of a point z0. Then f is said to be differentiable at z0 if the limit z tends to z0 f of z0 plus delta a delta z minus f of z divided by delta z exists. The value of the limit, if it exists, is denoted by f dash of z and is called the derivative of f at z0. That is f dash of z0 equal to limit z tends to z0 f of z0 plus delta z minus f of z0 by delta z. അപ്പോൾ സാധാരണ നമ്മൾ റിയൽ വാല്യൂയുടെ കേസിൽ പറയുന്ന പോലെ തന്നെയാണ് ഇവിടെ ലിമിറ്റ് എന്ന് പറയുന്നത്. ലിമിറ്റ് z tends delta z tends to 0 f of z0 plus delta z minus f of z0 divided by delta z എക്സിസ്റ്റ് ആവുകയാണെങ്കിൽ, ആ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അറ്റ് z0 എന്ന് പറയും. അതുപോലെ എഫ് ഡാഷ് ഓഫ് z0 എന്ന് പറയുന്നത് ഈ ലിമിറ്റിൻ്റെ വാല്യൂ ആയിരിക്കും. ഇനി റിയൽ നമ്പറിൻ്റെ കേസിൽ പറയുന്ന പോലെ തന്നെ എഫ് ഡാഷ് ഓഫ് സെഡിനെ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? ഡി ബൈ ഡി സെഡ് ഓഫ് എഫ് ഓഫ് സെഡ് എന്ന് ഡിനോട്ട് ചെയ്യാം. as in real variables, w equal to f of z at any point z can be derivative of the
function w equal to f of z at any point z can be denoted by f dash of z equal to d by dz of f of z, which is equal to dw by dz. അപ്പോൾ അതുപോലെ ഡിഫറൻഷ്യബിലിറ്റി ഇംപ്ലൈസ് കണ്ടിന്യൂറ്റി ആയിരുന്നു റിയൽ വേരിയബിളിൻ്റെ കേസിൽ അല്ലേ. ഇഫ് എഫ് ഈസ് ഡിഫറൻഷ്യബിൾ, അതൊരു നോട്ടായിട്ട് എഴുതിക്കോ. ഇഫ് എഫ് ഈസ് ഡിഫറൻഷ്യബിൾ at z naught, then f is continuous at z naught. f ഡിഫറൻഷ്യബിൾ അറ്റ് z naught ആണെങ്കിൽ f എന്ന് പറയുന്നത് z naughtil കണ്ടിന്യൂസും ആയിരിക്കും. കണ്ടിന്യൂറ്റി ഇംപ്ലൈസ് ഡിഫറൻഷ്യബിലിറ്റി ഇംപ്ലൈസ് കണ്ടിന്യൂറ്റി. പക്ഷെ നേരെ തിരിച്ചുള്ളത് ശരിയാണോ? കണ്ടിന്യൂസ് ആണെങ്കിൽ ഡിഫറൻഷ്യബിൾ ആണോ? അല്ല. ദ കോൺവേഴ്സ് ഓഫ് ദ എബോവ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എബോവ് തിയറം ഈസ് നോട്ട് ട്രൂ. എക്സാമ്പിളായിട്ട് നമ്മുടെ റിയൽ വേരിയബിളിൻ്റെ കേസിൽ പറയാൻ നോക്കാൻ ഒരു ഫംഗ്ഷനാണ്. അവിടെ നമ്മൾ മോഡ് എക്സ് ആയിരുന്നു പറഞ്ഞത്. എഫ് ഓഫ് സെഡ് ഈക്വൽ ടു മോഡ് സെഡ് സ്ക്വയർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കൺസിഡർ ചെയ്യാം. ഇതെന്താണ് വാല്യൂ? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, എല്ലായിടത്തും കണ്ടിന്യൂസ് ആണ്. പക്ഷേ ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ളത് z ഈക്വൽ ടു 0യിൽ മാത്രമാണ്. വിച്ച് ഈസ് കണ്ടിന്യൂസ് എവ്രിവെയർ, ബട്ട് എഫ് ഓഫ് z ഈസ് ഡിഫറൻഷ്യബിൾ ഓൺലി അറ്റ് z ഈക്വൽ ടു 0. നമ്മൾ ഈ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നുണ്ട്, അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. അത് z ഈക്വൽ ടു 0യിൽ മാത്രമേ ഡിഫറൻഷ്യബിൾ ഉള്ളൂ, ബാക്കിയുള്ള പോയിന്റിലൊന്നും ഡിഫറൻഷ്യബിളേ അല്ല. അപ്പോൾ ഇത് അതിൻ്റെ കോൺവേഴ്സ് ട്രൂ അല്ല എന്നുള്ളൊരു എക്സാമ്പിൾ. കോൺവേഴ്സ് ഓഫ് ദ എബോവ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് ട്രൂ. ഫോർ എക്സാമ്പിൾ ഇത് എഴുതാം. ഇനി നമുക്ക് ഡിഫറൻഷ്യബിലിറ്റീൻ്റെ റൂൾസ് നമ്മൾ റിയൽ വേരിയബിളിൻ്റെ കേസിൽ പറയുന്ന പോലെ തന്നെയാണ് ഇവിടെ റൂൾസ് വരുന്നത്. റൂൾസ് ഓഫ് ഡിഫറൻസിയേഷൻ മെയിനായിട്ടുള്ള റൂൾസ് ഒരു 5 റൂൾസ് പറയുന്നുണ്ട്. ഇഫ് എഫ് ആൻഡ് ജി ആർ ഡിഫറൻഷ്യബിൾ അറ്റ് എ പോയിന്റ് z ആൻഡ് സി ഈസ് എ കോംപ്ലക്സ് കോൺസ്റ്റൻറ്റ്, ദെൻ ഫസ്റ്റ് റൂൾ ഇതാണ് കോൺസ്റ്റൻറ്റ് റൂള്. ഡി ബൈ ഡി എസ് ഓഫ് സി ഈക്വൽ ടു 0. ഒരു കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു z എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഡി ബൈ ഡി എസ് ഓഫ് z ഇൻറ്റു എഫ് ഓഫ് z എന്ന് പറയുന്നത് സി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് z ആയിരിക്കും. ഇനി സം റൂൾ ഡി ബൈ ഡി എസ് ഓഫ് എഫ് ഓഫ് z പ്ലസ് ജി ഓഫ് z എന്ന് പറയുന്നത് എഫ് ഡാഷ് ഓഫ് z പ്ലസ് ജി ഡാഷ് ഓഫ് z ആയിരിക്കും. അടുത്ത പ്രോഡക്റ്റ് റൂൾ ഡി ബൈ ഡി സെഡ് ഓഫ് എഫ് ഓഫ് z ഇൻറ്റു ജി ഓഫ് z എന്ത് വരും? എഫ് ഓഫ് z ഇൻറ്റു ജി ഡാഷ് ഓഫ് z പ്ലസ് ജി ഓഫ് z ഇൻറ്റു എഫ് ഡാഷ് ഓഫ് z. റിയൽ നമ്പറിൻ്റെ കേസിലുള്ള പോലെ തന്നെ. ഇനി അടുത്ത ലാസ്റ്റ് അല്ല, അതിന് ഒരെണ്ണം കൂടെ ഉണ്ട്, കോഷ്യൻ റൂള്. ഡി ബൈ ഡി സെഡ് ഓഫ് എഫ് ഓഫ് z ബൈ ജി ഓഫ് z എന്ന് പറയുന്നത് എന്താ? കോഷ്യൻ റൂള് പോലെ തന്നെ ഡിനോമിനേറ്റർ ജി ഓഫ് z ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് z മൈനസ് എഫ് ഓഫ് z ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ജി ഓഫ് z ഡിവൈഡഡ് ബൈ ജി ഓഫ് z ഹോൾ സ്ക്വയർ. ലാസ്റ്റ് റൂൾ എന്ന് പറയുന്നത് ചെയിൻ റൂളാണ്. ചെയിൻ റൂൾ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ലാസ്റ്റ് ചെയിൻ റൂള് ഡി ബൈ ഡി സെഡ് ഓഫ് എഫ് ഓഫ് ജി ഓഫ് z ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് ജി ഓഫ് z ഇൻറ്റു ജി ഡാഷ് ഓഫ് z എന്ന് പറയും. അപ്പോൾ അതുപോലെ പവർ റൂളും കൂടെ നമുക്ക് പറയാം. പവർ റൂള് ഓഫ് ഡിഫറൻസിയേഷൻ ഓഫ് പവേഴ്സ് ഓഫ് z അത് നമുക്കിവിടെ പറയാം. ഡി ബൈ ഡി സെഡ് ഓഫ് z പവർ n എന്ന് പറയുന്നത് n ഇൻറ്റു z പവർ n മൈനസ് 1 ആയിരിക്കും. n എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജറാണ്. അപ്പോൾ ഇത് പവർ റൂൾ എന്നും കൂടെ നോട്ട് ചെയ്യുക.
ഇനി ഇതൊക്കെ റൂൾസൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡെഫിനേഷനൊക്കെ വെച്ചിട്ട് നമുക്ക് ഡിഫറൻഷ്യബിൾ ആണോ, ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണോ, അല്ലെങ്കിൽ എവിടെയാണ് ഡിഫറൻഷ്യബിൾ അല്ലാത്തത് എന്നൊക്കെ കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഷോ ദാറ്റ് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു മോഡ് സെഡ്. മോഡ് സെഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നോവർ ഡിഫറൻഷ്യബിൾ ആണെന്ന് ഷോ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എവിടെയും ഡിഫറൻഷ്യബിൾ അല്ല എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മളിവിടെ സെഡ് എന്ന് പറയുന്നത് എന്തായിട്ട് എടുക്കാം, എക്സ് പ്ലസ് ഐ വൈ ആയിട്ട് എടുക്കാം. ബി എ കോംപ്ലക്സ് നമ്പർ. കോംപ്ലക്സ് നമ്പർ. ദെൻ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് കോഞ്ചുഗേറ്റ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അതെന്ത് വരും, എക്സ് മൈനസ് ഐ വൈ. എക്സ് പ്ലസ് ഐ വൈൻ്റെ കോഞ്ചുഗേറ്റ് എന്ന് പറയുന്നത് എക്സ് മൈനസ് ഐ വൈ. ആൻഡ് ഡെൽറ്റ സെഡ് എന്ന് പറയുന്നത് എന്ത് കിട്ടും, ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഇൻറ്റു ഡെൽറ്റ വൈ എന്ന് കിട്ടും. അപ്പോൾ എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് ബൈ ഡെൽറ്റ സെഡ് എന്ന് ഇതിനെ എങ്ങനെ എഴുതാം, എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് എന്ന് പറയുന്നത് സെഡ് പ്ലസ് ഡെൽറ്റ സെഡിൻ്റെ കോഞ്ചുഗേറ്റ് മൈനസ് സെഡ് കോഞ്ചുഗേറ്റ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ സെഡ്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, സെഡ് കോഞ്ചുഗേറ്റ് പ്ലസ് ഡെൽറ്റ സെഡ് കോഞ്ചുഗേറ്റ് എന്ന് എഴുതാം. അപ്പോൾ അത് സെഡ് കോഞ്ചുഗേറ്റിൽ നിന്ന് ഈ സെഡ് കോഞ്ചുഗേറ്റ് സബ്ട്രാക്ട് ചെയ്യാം. ബാക്കി എന്താ ഉണ്ടാവുക, ഡെൽറ്റ സെഡ് കോഞ്ചുഗേറ്റ് ഉണ്ട് ഡിവൈഡഡ് ബൈ ഡെൽറ്റ സെഡ്. ഇത് വരും ഡെൽറ്റ എക്സ് മൈനസ് ഐ ഡെൽറ്റ വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഡെൽറ്റ വൈ എന്ന് എഴുതാം അല്ലേ. അപ്പോൾ നമ്മൾ ഇനി ഇതിൻ്റെ ലിമിറ്റാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ലെറ്റ് ഡെൽറ്റ സെഡ് അപ്രോച്ചസ് 0 along the റിയൽ ആക്സിസ് എടുക്കുക. റിയൽ ആക്സിസിലൂടെ നമ്മൾ ഡെൽറ്റ സെഡ് ടെൻസ് ടു 0 ആയിട്ട് എടുക്കുക. അപ്പോൾ ഇവിടെ ഡെൽറ്റ വൈ എന്ന് പറയുന്നത് എന്താവും, ഇവിടെ റിയൽ ആക്സിസിൽ ഡെൽറ്റ വൈ എന്ന് പറയുന്നത് 0 ആണ്. ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് ടെൻസ് ടു 0 ആവും. ആൻഡ് സോ ലിമിറ്റ് ഡെൽറ്റ സെഡ് ടെൻസ് ടു 0 f of z plus delta z minus f of z by delta z equal to എങ്ങനെ എഴുതാം, ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 y എന്ന് പറയുന്നത് ഡെൽറ്റ വൈ എന്ന് പറയുന്നത് 0 ആയിരിക്കും. എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് ബൈ ഡെൽറ്റ സെഡ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ നമുക്കറിയാം, വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് വൈ 0 ആവുമ്പോൾ നമുക്കതങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡെൽറ്റ വൈ 0 ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്ത് കിട്ടും, ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ എക്സ് എന്ന് കിട്ടും. ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ഡെൽറ്റ എക്സ് മൈനസ് ഐ ഇൻറ്റു 0 ബൈ ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഇൻറ്റു 0 എന്ത് കിട്ടും, ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ എക്സ് 1 കിട്ടും. അപ്പോൾ നമ്മൾ റിയൽ ആക്സിസിലൂടെ അപ്രോച്ച് ചെയ്തപ്പോൾ നമുക്ക് ലിമിറ്റ് കിട്ടിയത് എന്താണ്, 1 ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇനി ഇമാജിനറി ആക്സിസിലൂടെ നമ്മളൊന്ന് അപ്രോച്ച് ചെയ്യണം. ഇമാജിനറി ആക്സിസിലൂടെ അപ്രോച്ച് ചെയ്ത ലിമിറ്റ് എന്ത് കിട്ടുന്നു. നൗ ലെറ്റ് ഡെൽറ്റ സെഡ് അപ്രോച്ചസ് 0 along the imaginary axis. Then imaginary ആക്സിസിലൂടെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഡെൽറ്റ എക്സ് 0 ആയിരിക്കും, ഡെൽറ്റ വൈ എന്ന് പറയുന്നത് ടെൻസ് ടു 0 ആയിരിക്കും. ആൻഡ് ലിമിറ്റ് ഡെൽറ്റ സെഡ് ടെൻസ് ടു 0 എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് ബൈ ഡെൽറ്റ സെഡ് എന്ന് പറയുന്നത് എന്ത് കിട്ടും, അവിടെ ഡെൽറ്റ എക്സ് 0 ആണ്, ഡെൽറ്റ വൈ ടെൻസ് ടു 0 ആണ്, which is equal to limit delta y tends to 0 delta x equal to 0 f of z plus delta z minus
f of z by delta z, which is equal to limit delta y tends to 0, 0 minus I into delta y divided by 0 plus I into delta y, which is equal to minus 1. Delta x 0 എടുത്തു കഴിയുമ്പോൾ ഇവിടെ മൈനസ് I delta y by I delta y, ഇത് രണ്ടും കട്ടായി പോയി ബാക്കി മൈനസ് 1 ആണ്. അപ്പോൾ രണ്ട് ആക്സിസിലൂടെ അപ്രോച്ച് ചെയ്തപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ലിമിറ്റ് കിട്ടി അല്ലേ. എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് ബൈ ഡെൽറ്റ സെഡ് ടെൻസ് ടു ഡിഫറെൻറ്റ് ലിമിറ്റ്സ് ആസ് ഡെൽറ്റ സെഡ് അപ്രോച്ചസ് 0 along ഏതാ ഡിഫറെൻറ്റ് വേസ്. അപ്പോൾ നമുക്ക് എന്താ പറയാം, therefore limit delta z tends to 0, f of z plus delta z minus f of z divided by delta z does not exist. Hence f of z equal to z conjugate is nowhere differentiable. അപ്പോൾ അതെവിടെയും ഡിഫറൻഷ്യബിൾ അല്ല എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡിഫറൻഷ്യബിൾ ആണോ അല്ല എന്നൊക്കെ ചെക്ക് ചെയ്യുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും.